നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ആകാശ ദുരന്തങ്ങൾ ഇന്ത്യയിൽ തുടർക്കഥയാവുകയാണ്. അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണ നിരവധി പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഞെട്ടലോടെയാണ് രാജ്യം ആ വാർത്ത കേട്ടത്. വിമാനത്തിൽ ഉണ്ടായ ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെടുകയായിരുന്നു. എന്നാൽ ആ ദുരന്തത്തിന്റെ വേദനയിൽ നിന്നും ഞെട്ടലിൽ നിന്നും രാജ്യം തിരിച്ചു വരും മുന്നേ ഇതാ വീണ്ടും ഒരു ആകാശ ദുരന്തം കൂടി ഉണ്ടായിരിക്കുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്ററിനെ കാണാതാവുകയായിരുന്നു. കേദാർനാഥിൽ നിന്നും ഗുപ്തകാശിയിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് കാണാതായത്. 7 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഗൗരികുണ്ടിന് സമീപം ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. കേദാർനാഥിൽ നിന്നും ഗുപ്തകാശിയിലേക്ക് തീർത്ഥാടകരുമായി പോകുന്ന ഹെലികോപ്റ്ററിനാണ് അപകടമുണ്ടായത്. പ്രതികൂലമായ കാലാവസ്ഥയാകാം അപകടത്തിന് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മേഖലയിലെ കാലാവസ്ഥ വളരെ ദുഷ്കരമായിരുന്നു. ഇതോടെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ചിരിക്കാമെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. സംഭവത്തിൽ 5 പേർ മരണപ്പെട്ടതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൈലറ്റ് അടക്കം 7 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ആര്യൻ ഏവിയേഷന്റെ ഹെലികോപ്റ്ററാണ് ഗൗരികുണ്ടിലെ വനമേഖലയിൽ തകർന്നു വീണിരിക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 5:20ഓടെയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ അപകടത്തിൽപ്പെടുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനായി NDRF, SDRF സംഘങ്ങൾ എത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. 5 മുതിർന്നവരും 1 കുട്ടിയും പൈലറ്റുമാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലുള്ളവരാണ് യാത്രക്കാരാണെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അപകടം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെ മെയ് 8-ന് ഗംഗോത്രി ധാമിയിലേക്ക് പോകുകയായിരുന്ന ഒരു ഹെലികോപ്റ്റർ ഉത്തരകാശി ജില്ലയിൽ തകർന്നു വീണ് 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. അടുത്തിടെ ജൂൺ 7-ന് കേദാർനാഥിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ഹെലികോപ്റ്റർ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സാങ്കേതിക തകരാർ കാരണം റോഡിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നിരുന്നു. പൈലറ്റിന് പരിക്കേറ്റെങ്കിലും വിമാനത്തിലുണ്ടായിരുന്ന 5 ഭക്തരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ഇത്തരത്തിൽ ആകാശ ദുരന്തങ്ങൾ രാജ്യത്ത് തുടർക്കഥയാകുമ്പോഴും അവ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്നത് രാജ്യത്ത് തന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്.